കർഷക സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗദീഷ് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് പഞ്ചാബ് സർക്കാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം സുപ്രീം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. നിതിൻ അംബുജൻ ഡൽഹി വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ തണുപ്പൊക്കെ എങ്ങനെയുണ്ട് നിതിൻ? ഡൽഹിയിലെ തണുപ്പ് അതിശക്തമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 8 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തിയത്. ഹാനിലാണ് ഇപ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥ പോകുന്നത്. എന്തായാലും അതിശക്തമായ തണുപ്പ് ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഓക്കെ, ദില്ലി വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ ഫ്ലൈറ്റ് ഓപ്പറേഷനെയൊക്കെ തന്നെ ഈ പുകമഞ്ഞ് ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡൽഹി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ഈ കടുത്ത മൂടൽമഞ്ഞ് കാരണം വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ചില വിമാന സർവീസുകളെ അത് കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. രാവിലെ ഏതാണ്ട് ദൃശ്യപരിധി ഏതാണ്ട് 100 മീറ്ററിൽ താഴെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഏതാനും വിമാന സർവീസ് ഇത് ബാധിച്ചു. ഏതൊക്കെ വിമാന സർവീസുകളെ ബാധിച്ചു എന്നത് നമുക്ക് അല്പസമയത്തിന് തന്നെ വിവരങ്ങൾ ലഭ്യമാകും. കഴിഞ്ഞ ദിവസം ഏതാണ്ട് സ്പൈസ് ജെറ്റ് ഏതാണ്ട് 10-12 വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന ഒരു വിവരം സ്പൈസ് ജെറ്റ് പങ്കുവച്ചിരുന്നു. അങ്ങനെ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ഈ ഡൽഹിയിലെ മൂടൽമഞ്ഞ് ബാധിക്കുന്നുണ്ട്. ഇനി കർഷക സമരത്തെക്കുറിച്ച് നിതിൻ അംബുജൻ. കഴിഞ്ഞ 37 ദിവസമായി ഹരിയാന പഞ്ചാബ് അതിർത്തിയെ ഖനൌരിയിൽ കർഷക നേതാവ് ദല്ലേവാൾ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം അതിൽ MSP അത് നിയമപരമായി ഉറപ്പു നൽകണം, അതോടൊപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുതണം എന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് അവിടെ നിരാഹാര സമരം കഴിയുന്നത്. ഈ ഡിസംബർ 31 മുമ്പാകെ തന്നെ നിരാഹാര സമരം കഴിയുന്ന ജഗദീഷ് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പഞ്ചാബ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിന് കൂടുതൽ സമയം പഞ്ചാബ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ആ ഹർജി ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. എന്തായാലും സുപ്രീം കോടതി കർഷക സമര വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ചർച്ചയിലൂടെ പരമാവധി വേഗത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയത്. എന്തായാലും ഇന്ന് സുപ്രീം കോടതി എടുക്കാൻ പോകുന്ന നിലപാട് അത് നിർണായകമാകും. നമുക്കറിയാം പഞ്ചാബ് സർക്കാർ നേരത്തെ ദല്ലേവാളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഉന്നയിച്ച ആവശ്യത്തും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കർഷക നേതാക്കൾ. ഇനി ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഇതിനം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും കർഷകർ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഇന്ന് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നു. ഈ ഹർജി സ്വാഭാവികമായിട്ടും നിർണായകമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ദല്ലേവാളിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന നിർദ്ദേശം നൽകിയാൽ സ്വാഭാവികമായിട്ടും പോലീസിൽ നടപടി ഉണ്ടാകും. നടപടി ഉണ്ടായാൽ അത് വലിയ തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് പഞ്ചാബ് സർക്കാർ എന്തായാലും കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കർഷകർ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു കർഷക സമരത്തിൽ തന്നെയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തി സാക്ഷിയാകാൻ പോകുന്നത്. എന്തായാലും ഖനൌരി ശംഭു അടക്കമുള്ള അതിർത്തികൾ കേന്ദ്രീകരിച്ചാണ് കർഷകർ തമ്പടിച്ച് ഇപ്പോഴും നിൽക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ നിതിൻ അംബുജൻ. സന്തോഷമായി. താങ്ക് യു. ഓക്കെ, ജന്മദിനമാണ്, നിതിൻ അംബുജൻ്റെ ജന്മദിനമാണ്. അത് ആഘോഷിക്കട്ടെ.